ക്യാമറ വെച്ച് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്ത് പറഞ്ഞതാണെന്ന് കണക്ക് പുറത്ത് നിങ്ങള് എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഒരു ചോദ്യം, അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിന്റെ ആവശ്യം വളരെ കൂടുതലാണ്. പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളോടുള്ള ഒരു അപേക്ഷയാണ്. ഈ 2026 നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനും പിണറായി വിജയൻ്റെ പാർട്ടിക്കാർക്കും ഒരു കാരണവശാലും ആരും വോട്ട് ചെയ്യരുത്. അതാണ് നമ്മുടെ ഒരു അപേക്ഷ. തുടർഭരണം ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. കാരണം അത്രയ്ക്ക് ക്രൂരനും വൃത്തികെട്ടവനുമായ ഒരുത്തരാണ് പിണറായി. അവൻ്റെ കൂടെ ഉള്ളവന്മാരും ഇതേ സമാനമായ മനോഭാവത്തിനുടമകളാണ്. അപ്പോൾ ഞാൻ ശ്രീജിത്താണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നമ്മുടെ സഹോദരൻ ശ്രീജീവിൻ്റെ ആ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് 2016 മുതൽ തുടർച്ചയായിട്ട് അവിടെ സമരത്തിലുണ്ടായിരുന്നു. നമ്മുടെ സഹോദരൻ്റെ നീതിക്ക് വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ ഗുണ്ടകളായ പോലീസുകാരും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരും ഭരണവുമായി ബന്ധപ്പെട്ട വലിയൊരു മാഫിയ സംഘം പ്രതികളായി വരുന്ന ഈ കേസിൽ ഇവർ ഈ കേസൊക്കെ ആദ്യം അട്ടിമറിച്ചു. കേസിലെ പ്രതികൾക്കെല്ലാം അവർ പ്രമോഷൻ കൊടുത്തു. വീണ്ടും നമ്മളവിടെ സമരവുമായിട്ടുണ്ടായിരുന്നു. കേസിൻ്റെ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് സുപ്രീം കോടതിയിൽ വരെ കേസിൻ്റെ കാര്യങ്ങൾക്കുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ളത് ഉദ്ദേശത്തിൽ 2024 ഇവർ സമരവും അട്ടിമറിച്ച് വേറെ ആളുകളെ വിട്ട് സ്ഥിരം നമ്മളെ ഉപദ്രവിക്കുകയാണ്. വേറെ ആളുകളെ വിട്ട് അതിനുവേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് പോലീസുകാർ അവരുടെ കസ്റ്റഡിയിലുള്ള സ്ഥിരം കേസിലെ പ്രതികളെയാണ് ഇവർ സ്ഥിരം നമ്മളെ ഉപയോഗിക്കുന്നത്. സ്ഥിരം കേസിലെ പ്രതികളെ ഉപയോഗിച്ച് നിരന്തരം നമ്മളെ ഉപദ്രവിക്കുക, ഭീഷണിപ്പെടുത്തുക, നമ്മളെ അടിക്കുക, നമ്മളെ വിരട്ടുക എന്ന് പറഞ്ഞാൽ നമ്മളെ കൊല്ലാൻ ശ്രമിക്കുക. നമ്മുടെ ജീവന് എൻ്റെ ജീവന് തന്നെ അപായം ഉണ്ടാകുന്ന കാര്യങ്ങൾ അവർ ചെയ്യുക. അക്രമം നമ്മളോട് ചെയ്തിട്ട് നമുക്കെതിരെ കേസെടുക്കുക. അവരക്രമം ചെയ്യാൻ നമ്മളോട് ഉപയോഗിക്കുന്ന വ്യക്തിയോട് നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മാരുടെ തോന്നിവാസം, ഈ പോലീസുകാരുടെ ഈ ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നവന്മാരുടെ തോന്നിവാസം, അങ്ങനെ അവരുടെ യുവമാരുടെ ദ്രോഹം കാരണം ജീവിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ ഞാൻ കേരളത്തിൽ നിന്ന് ഈ നടന്ന് 2 വട്ടം ഡൽഹിയിൽ വന്നു കേട്ടോ. കേരളത്തിൽ നിന്ന് നടന്ന് അപ്പോൾ നമ്മുടെ ഈ സമരത്തിൽ ആദ്യം ശരിക്കും ആൾക്കാർ സപ്പോർട്ടിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഗൂഗിളിലും യൂട്യൂബിലും ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ കേരളത്തിൽ നിന്ന് നടന്ന് ഞാൻ 2 വട്ടം 2025 തുടക്കം 2025 ഏപ്രിൽ മാസം തുടങ്ങി ഇതുവരെ ഏതാണ്ട് 1 വർഷത്തിനകത്ത് വെച്ച് 2 വട്ടം ഞാൻ കേരളത്തിൽ നിന്ന് നടന്ന് ഡൽഹിയിൽ വന്നു. സുപ്രീം കോടതിയുടെ മുന്നിലൊക്കെ വന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നാമത് നമുക്ക് മറ്റ് ഭാഷകൾ നല്ലവണ്ണം കൈകാര്യം ചെയ്യാനുള്ള അതിൻ്റെതായ ബുദ്ധിമുട്ട്, പിന്നെ മറ്റാരെങ്കിലും നമ്മളെ സപ്പോർട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിൽ സത്യസന്ധമായ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കേസിൻ്റെ അടുത്ത കാര്യങ്ങൾ നമുക്ക് സ്ട്രോങ് ആയിട്ട് നീക്കം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ 2 വട്ടം ഇവിടെ ഡൽഹിയിൽ വന്നു. നമുക്ക് ഇപ്പോഴും നമ്മൾ നീതിക്ക് വേണ്ടുന്ന ഒരു കാൽനട പ്രതിഷേധ പ്രചാരണ ധരണയാത്ര കേട്ടോ. കാൽനട പ്രതിഷേധ പ്രചാരണം, നമ്മുടെ സഹോദരൻ്റെ നീതിക്ക് വേണ്ടി നമുക്കുണ്ടായ ദ്രോഹങ്ങൾക്കെതിരെയൊക്കെ ഒരു കാൽനട പ്രതിഷേധ പ്രചാരണം നമ്മളെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കേട്ടോ. ഇന്ത്യയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു. ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ മറ്റാരുടെയെങ്കിലും സപ്പോർട്ട് നമുക്ക് ഉണ്ടെങ്കിൽ, സത്യസന്ധമായ സപ്പോർട്ട്, എങ്ങനെയെങ്കിലും അല്ല, സത്യസന്ധമായ ഒരു സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സുപ്രീം കോടതിയുടെ മുന്നിലൊക്കെ നമ്മൾ പോയി കോടതിയുടെ ഒരു നേരിട്ടോ മറ്റോ ഉള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഈ സംഭവത്തിൽ രാജ്യത്തിലെ ജനങ്ങളോട് തന്നെ, പ്രത്യേകിച്ച് ഇവിടെയുള്ള സാധാരണക്കാരായ മനുഷ്യരോടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ, പാവങ്ങളോടാണ്, സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളോടാണ് ഈ പോലീസുകാരും ഇവരെ ഏറ്റവും കൂടുതൽ ഇവരുടെ അധികാരത്തിൻ്റെതായ ഇവർ ധാർഷ്ട്യമൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ കോടതിയുടെ ഏറ്റവും ഫലപ്രദമായ ഒരു ഇടപെടൽ, കോടതിയുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അത് രാജ്യത്തിലെ ജനങ്ങളോട് തന്നെ നമ്മുടെ പരമോന്നത നീതിപീഠം കാണിക്കുന്ന ഒരു നീതിയായി, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിലെന്നല്ല ഞാൻ പറയുന്നത്, ഇതിന് സമാനമായ സംഭവങ്ങളിൽ കോടതിയുടെ ശ്രദ്ധയിലൊക്കെ പെടുകയാണെങ്കിൽ, കോടതിയൊക്കെ നേരിട്ട് ഇടപെടുകയാണെങ്കിൽ ജനങ്ങളോട് കാണിക്കുന്ന വളരെ ഒരു നീതിപൂർവമായ
കാര്യമായിരിക്കും. കോടതിയൊക്കെ നേരിട്ടൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, ഭരണസംബന്ധമായ അക്രമങ്ങളിൽ, ഭരണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന അക്രമങ്ങൾ കോടതി നീതിപീഠത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഈ വരുന്ന ഇലക്ഷനിൽ 2026 നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ പിണറായിക്കും പിണറായിയുടെ പാർട്ടിക്കാർക്കൊന്നും ആരും ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത് എന്നതിൻ്റെ ഒരു അപേക്ഷയാണ് കേട്ടോ. അപേക്ഷയാണ്. ഒരു കാരണവശാലും വോട്ട് ചെയ്യാൻ പാടില്ല, തുടർഭരണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. നമ്മുടെ സഹോദരൻ്റെ നീതിക്ക് ജസ്റ്റിസ് ഫോർ ശ്രീജി, എല്ലാ സഹോദരങ്ങളുടെയും, കേരളത്തിലെ നല്ലവരായ സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.